ഇനി കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് പാലക്കുന്നിൽ അമൂല്യ പുരാവസ്തു ശേഖരം കണ്ടെത്തിയ വീട്ടിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തി. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ സൂപ്രണ്ട് വിജയകുമാർ എസ് നായരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കണ്ടെത്തിയത് പുരാവസ്തുക്കൾ എന്നാണ് പ്രാഥമികമായ സ്ഥിരീകരണം. അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കുന്ന് മുഹമ്മദ് കുഞ്ഞിയുടെ ഈ വീടിന് സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിൽ നിന്നാണ് ഈ പുരാവസ്തു ശേഖരം ഒരാഴ്ച മുമ്പ് കണ്ടെത്തിയത്. ബേക്കൽ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ പരിശോധന നടന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കാനെത്തിയപ്പോൾ പാമ്പൊക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. പിന്നീടാണ് ഇത് തുറന്നു നോക്കിയത്. അപ്പോൾ 11 പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 7 വാളുകളും 3 തോക്കുകളും ഉൾപ്പെടെയുള്ളവയാണ് കണ്ടെത്തിയത്. അതൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് സീൽ വെച്ച് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്താണ് ഇന്നിപ്പോൾ ഈ ഒരു കെട്ടിടത്തിലാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ പരിശോധന നടന്നത്. ആർക്കിയോളജി വകുപ്പിൻ്റെ പരിശോധന നടന്നത്. അവിടെ മൺപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം വസ്തുക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് മുഹമ്മദ് കുഞ്ഞിയുടെ ഹോബിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തങ്ങൾക്ക് 7 വർഷം മുമ്പ് മുഹമ്മദ് കുഞ്ഞി മരിച്ചു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നേരത്തെ അറിയായിരുന്നു? നേരത്തെ അറിയാം. നമുക്ക് പണ്ടേ അറിയുന്നതാണ്. പണ്ടേ സാധനം ഒറ്റയടിക്ക് വന്ന സാധനമല്ല അത്. ക്രമേണ വന്നതാണ്. അതായത് ഓരോരോ സാധനങ്ങൾ അങ്ങനെ ഓരോരോ ടൈമിന് ഒരു കാർഗോലെ സാധനം വരുന്നതാണ്. പിന്നെ അത് വന്നിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നു. അത്ര തന്നെ. ഇവിടെ കൊടുക്കുകയും ചെയ്യില്ല അയാൾ. പിന്നെ പഴയ സാധനങ്ങൾ അവിടെ നിന്ന് വരുന്ന സാധനം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് അത്ര തന്നെ. അദ്ദേഹത്തിൻ്റെ ഹോബി ആയിരുന്നു. ഹോബി തന്നെ. ഇത് അങ്ങനെ ഹോബി എല്ലാം ഒരു ഇതാണ്. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ വേറെ ആരും താമസമില്ലേ? ഉണ്ട്. അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. ഒരു മോനുണ്ട്, ഒരു മോളാണ്. അവരിപ്പോൾ ചിലപ്പോൾ മോളടുത്തോട്ട് പോയിന്നാണ് പറയുന്നത് കേൾക്കുന്നത്. നമ്മൾക്ക് ഇതിൽ അറിയാനും നമുക്ക് വേറെന്തും ഇതില്ല. കാരണം എത്രയോ കൊല്ലം ഇത് ഇപ്പോൾ അടുത്ത് സംഭവിച്ചൊന്നുമല്ലല്ലോ. എത്രയോ വർഷങ്ങളായിട്ട് ഇതൊന്നുമില്ല. അയാളിപ്പോൾ ഗൾഫ് മതിയാക്കിയിട്ട് വന്നിട്ട് കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 വർഷമാണ് മരിച്ചിട്ട്. ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. ആർക്കിയോളജി ഓഫ് ഇന്ത്യ സൂപ്രണ്ട് വിജയകുമാർ എസ് നായരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മറ്റുള്ള വസ്തുക്കൾ കൂടി പരിശോധിക്കണം. അത് വിശദമായൊരു പരിശോധന നടത്തണമെന്ന് പറയുന്നുണ്ട്. പ്രാഥമികമായ പരിശോധനയിൽ പുരാവസ്തുക്കളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വിശദമായ പരിശോധനയുണ്ടാവും. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.